പ്രൈസിൽ മാറ്റണ്ടാവും. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഇതിൻ്റെ അടുത്തുള്ള എല്ലാ വണ്ടികളും നേരിട്ട് വന്ന് കണ്ട് അതിൻ്റെ ക്വാളിറ്റി ഉണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ട് എടുത്തോളി. ക്വാളിറ്റി ഇല്ല, ഇപ്പോൾ നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഇതിനേക്കാൾ ക്വാളിറ്റിയുള്ള വണ്ടി ഉണ്ടെങ്കിൽ സംഭവം ഒരു കച്ചവടം നഷ്ടമാവുന്ന കേസാണ്. എന്തായാലും വണ്ടിയിൽ ഞങ്ങൾ അവിടെ പോയി എടുത്തോളി, ഒരു കുഴപ്പമില്ല. നല്ല വണ്ടിയെന്ന് തോന്നി ഞങ്ങൾ എടുത്തോളി. 18 മോഡൽ ഡെൽറ്റ, ഒരു കൊല്ലം കൂടി ഡീസലാണ്. ഞാൻ പറഞ്ഞാൽ 22-23 കിലോമീറ്റർ മൈലേജ് കിട്ടും. 47 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നെ തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല, റീപ്ലേസ് ഇല്ല. 2008 മോഡലാണ്, AC പവർ സ്റ്റാറിംഗ് ഉള്ള വണ്ടി. അടുത്ത കൊല്ലം ഏപ്രിൽ മാസം ആകുമ്പോൾ റിന്യൂവൽ വരും. 1.25 ചോദിക്കേണ്ട ചോദ്യം നോക്കണം. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ഇതിലൊക്കെ ചെയ്ത് കൊടുക്കാം. സേർട്ടഡ് മാത്രമേ കിട്ടുള്ളൂ. മൈലേജ് പറഞ്ഞാൽ 15 കിലോമീറ്റർ താഴെയായിട്ട് മൈലേജ് പ്രതീക്ഷിച്ചാൽ മതി. ഹലോ ഫ്രണ്ട്സ്, മുക്താറാണ്. ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ആലത്തൂർ പടിയിലാണുള്ളത്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഓട്ടോ ഡിലക്സിൽ ഏകദേശം ഒരു 10-25-30 കളക്ഷൻസ് ഉണ്ട്. വണ്ടി ഇവിടെ വരാത്തതായിട്ടുള്ള വണ്ടി കൊണ്ട് പുറത്ത് ഒരുപാട് വേറെയും കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം ഡീറ്റെയിൽസും നമ്മൾ ഇവിടുന്ന് പരിചയപ്പെടുത്തി തരാം. നമ്മളെ സെക്കൻഡ് പാർട്ടാണ് ഇത്. ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ ദിവസം ഏകദേശം 10ഓളം വണ്ടി പരിചയപ്പെടുത്തിയപ്പോൾ തന്നെ ഏകദേശം മനസ്സിലുണ്ടാവും. 2009 ശേഷമുള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ കിലോമീറ്റർ കുറഞ്ഞ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളാണ്. ജുനൈദ് ഭായി ഉണ്ട്. ജുനൈദ് ഭായിയാണ് ഫുള്ള് സംസാരിക്കുന്നത്. ഞാനിന്ന് ഇവിടെ മാറി നിന്നിട്ട് ജുനൈദ് ഭായിനെ അവിടെ ഏൽപ്പിക്കുകയാണ്. ജുനൈദ് ഭായി പറയട്ടെ, എന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ അല്ലെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ജുനൈദ് ഭായിനോട് ചോദിക്കാം. ആരാ ജുനൈദ് ഭായി നിങ്ങൾക്ക് കഴിഞ്ഞ പാർട്ടിൽ മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതാണ് നമ്മുടെ ജുനൈദ് ഭായി. ജുനൈദ് ഭായി നമുക്ക് നോക്കല്ലേ, ഡീറ്റെയിൽസ് നോക്കല്ലേ, എല്ലാ വണ്ടിയുടെ ഡീറ്റെയിൽസും നോക്കാം. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് കസ്റ്റമേഴ്സിനോട്? നിങ്ങൾക്ക് നല്ല വണ്ടിയാണ് തരും, പിന്നെ നിങ്ങൾക്ക് വില പാകും. അതേപോലെ നല്ല വണ്ടിയാണ് ബോധ്യപ്പെട്ടാൽ മാത്രം എടുത്താൽ മതി. കേരളത്തിൽ എവിടെ നമുക്ക് ലോണും തരാൻ പറ്റും. സേർട്ടോഡോ ആണെങ്കിൽ, അതായത് മോഡൽ കുറഞ്ഞതിനോ അല്ലെങ്കിൽ ലോൺ പാസ്സാത്ത ആൾക്കാർക്ക് നമ്മൾ സേർട്ടോഡോ ആണെങ്കിൽ, പ്രൈവറ്റ് ഫിനാൻസ് ആണെങ്കിൽ പരമാവധി നമ്മൾ അറേഞ്ച് ചെയ്ത് തരാൻ ശ്രമിക്കും. പിന്നെ വണ്ടി നിങ്ങൾക്ക് വന്ന് കണ്ട് നിങ്ങൾക്ക് കമ്പനി കയറ്റിയാൽ നിങ്ങൾ അറിയുന്ന മെക്കാനിക്കിനെ കാണിച്ച് ബോധ്യപ്പെട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എടുത്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പോലത്തുള്ള വണ്ടികളെ നമ്മൾ എടുത്തുള്ളൂ. ഈ വണ്ടിയാണ് ഈ ഒരു സ്ക്രാച്ച് കാര്യങ്ങൾ പിന്നെ റീപ്ലേസ് ഉള്ള വണ്ടികളൊന്നും ഇല്ല എന്നല്ല പറയാം. മേജർ ആക്സിഡന്റ് വണ്ടികളൊന്നും ഇല്ല. ടോട്ടൽ ലോസ് ബ്ലഡ് നിങ്ങൾക്ക് ഫുൾ ഓൺ വണ്ടി വേണേ അത് നമ്മൾ റെഡിയാക്കി തരും. പക്ഷേ അതിന് അതിന്റേതായ ന്യൂനത ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഏത് ടൈപ്പ് വണ്ടിയാണ് വേണ്ടത് വെച്ചാൽ ഇതിന്റെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. എന്തായാലും നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ അടി കൊടുക്കാം. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. ഫുള്ള് ചെയ്ത് പോയി. ഓക്കെ, അപ്പൊ നമ്മള് ഇന്നത്തെ ഫസ്റ്റ് വണ്ടി തുടങ്ങാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം പരിചയപ്പെടുത്തുന്നത് 2014 മോഡൽ ഡിസയർ VDI ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. നമ്മൾ ഇതിന്റെ കൂടെ തന്നെ വേറെ 2 വണ്ടി കൂടി ഉണ്ട്. 2018 മോഡൽ VDI വണ്ടിയുണ്ട്, 49,000 രൂപ. അതേപോലെ 67,000 രൂപ 2014-15 ZDI ഓപ്ഷനിൽ വരുന്ന ഡിസയർ നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പം എന്തായാലും ഒരു വണ്ടി നമ്മൾ പരിചയപ്പെടുത്തുന്നുള്ളൂ, നേരിട്ട് കാണിച്ചു തരുന്നുള്ളൂ. മറ്റു ചോദിച്ചതിന്റെ ഫോട്ടോ കിട്ടും കേട്ടോ. അപ്പോൾ 2014 മോഡൽ VDI ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. 1,20,000 ഓടിക്കുന്നത്. മേജർ ആക്സിഡന്റ്, ടോട്ടൽ ലോസ്, ഫ്ലഡ് ഒന്നും തന്നെ ഇല്ല. ഇന്ത്യയിലൊക്കെ നമുക്ക് സീറ്റ് കവറൊക്കെ പക്ക പൂജ സീറ്റ് കവറാണ്. നല്ല നീറ്റാണ്. തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാം. 445 ചോദിക്കുന്ന വണ്ടി. 2014 മോഡൽ ഡിസയർ VDI 445 ചോദിക്കുന്നുണ്ട്. 2 ഓണർഷിപ്പ് വഹിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും കമ്പനിയാക്കി കൊടുക്കാം. മാത്രമല്ല നമുക്കൊരു 4 ലക്ഷം റുപ്യൻ്റെ റേഞ്ചിൽ 3.25 റേഞ്ചിലേക്ക് നമുക്ക് ബാങ്ക് ലോൺ ചെയ്ത് കൊടുക്കാം. കേരളത്തിൽ എവിടെ നമുക്ക് ബാങ്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ഏകദേശം 50,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇവിടെ നടക്കി ഇൻഷാല്ലാ ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് എല്ലാവർക്കും ഇത് ഒരേമാതിരി പാസ്സായിക്കൊണ്ടില്ല. അവിടെ നമുക്ക് ഈ പ്രശ്നം പറ്റും. ട്രാക്ക് അനുസരിച്ചിട്ടാണ്. അതായത് ഞാൻ ചിലപ്പോൾ 30,000 റുപ്യക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു 30,000 റുപ്യ എനിക്ക് സാലറിയോ കൊടുക്കാൻ പറ്റും. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു സാലറിയോ. പക്ഷേ ഇത് എല്ലാവർക്കും കിട്ടിക്കൊണ്ടില്ല. ചില ആൾക്കാർക്ക് 3 ലക്ഷം ലോൺ പാസ്സായിട്ടുള്ളൂ. നമ്മൾ എന്ത് ചെയ്യും? അത് ശരിയാണ്. അപ്പൊ ഒന്നാമത് പറഞ്ഞാൽ ഒരു അത്യാവശ്യം നല്ലൊരു ട്രാക്കുള്ള ഒരാളാണെങ്കിൽ ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കിക്കൊണ്ടു. 50,000 രൂപ വേണ്ട, സുഖമായിട്ട് ഇറക്കിക്കൊണ്ടാ. പിന്നെ ഞങ്ങൾ ട്രാക്ക് അനുസരിച്ചിട്ടാണ് ഇവിടെ വന്ന് നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ശ്രമിക്കും. ഏകദേശം 23ഓളം ഫിനാൻസ് നമ്മൾ ഏത് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. കേരളത്തിൽ എവിടെ സേർട്ടോടും ആണെങ്കിൽ ഒരു 50% വരെ സേർട്ടോടും ആണെങ്കിൽ ഒരുവിധപ്പെട്ട സ്ഥലത്ത് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് അതിനൊരു സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നല്ല കളറല്ലേ, റെഡ് നിങ്ങളെ ഷോറൂമിനോട് ചേർത്തിട്ടുള്ള ഒരു കളർ, ഒരു ഭംഗിയുണ്ട്. വെള്ളയും ചോപ്പ് ആ ഒരു മിക്സ് കളറാണ്, നല്ല രസമുണ്ട്. ഇത് 2012 വയനാട് രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ്. 2012 മോഡലുമാണ്, സിംഗിൾ ഓണറുമാണ്. പിന്നെ ഇത് ഓപ്ഷൻ ഏതാണെന്ന് വെച്ചാൽ കറക്റ്റ് എനിക്ക് അറിയില്ല. ഇത് സെക്കൻഡ് ഓപ്ഷൻ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം ബാക്കിൽ വൈപ്പറൊന്നും കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ്. ഇത് സെയിൽ എന്നുള്ള മോഡലാണ്. യുവ സെയിൽ, ഷവർലൈറ്റിന്റെ യുവ സെയിൽ. ഒരു 22 കിലോമീറ്ററിന് മുകളിലൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന വണ്ടിയാണ്. നല്ല ക്ലീൻ പീസ് വാഹനമാണ്. പിന്നെ 1.65 നമ്മൾ ചോദിക്കുന്നത്. എന്തെങ്കിലും ചെറിയ ഇതിലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ മലപ്പുറം ജില്ലയുടെ പരിസരത്തുള്ളവർക്ക് നമുക്ക് സേർട്ടോട് ആണെങ്കിൽ കുറഞ്ഞ പൈസക്ക് നമുക്ക് സേർട്ടോടും ചെയ്ത് കൊടുക്കാം. മലപ്പുറം ജില്ലക്കാർക്ക് മാത്രമല്ല, പുറത്താണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ചെയ്ത് കൊടുക്കാം. ആ ഏരിയയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഫിനാൻഷ്യൽ ആളുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്ത് കൊടുക്കാം. അവർക്ക് കൊടുത്തിട്ട് കേരളത്തിൽ എവിടെ ഒരു ഇതൊക്കെ. പക്ഷെ നമുക്ക് അത് ഉറപ്പ് പറയാൻ വയ്യ, എല്ലാ ഏരിയക്കും ഇല്ല. അതുകൊണ്ട് ഉറപ്പില്ല. ബാങ്ക് നമുക്ക് ഓൾ കേരള എവിടെയും ചെയ്ത് കൊടുക്കാം. ഇപ്പൊ കാസർഗോഡ് ചില ഏരിയകളിൽ ഒരു ബുദ്ധിമുട്ടുണ്ട്.
ഉണ്ട്, അതേപോലെ വയനാടിന്റെ ചില ഏരിയയിലും കുറച്ച് പ്രശ്നമുണ്ട്, നെഗറ്റീവ് ഏരിയ ആണ് എന്ന് ചോദിച്ചാൽ ഞാൻ അവരെ മോശമാക്കി പറയില്ലട്ടോ, ഒന്നും വിചാരിച്ചത് ചില ബാങ്ക് ലോൺ ചിലത് പാസ്സാവുന്നില്ല. പൊങ്കാലട്ടോളി നിങ്ങളെ ഏരിയനെ മറ്റൊരു കുറ്റം പറയുന്നുണ്ട്. അങ്ങനല്ല, ചില സമയത്ത് വയനാടിന്റെ ചില ഭാഗങ്ങളിലേക്ക് ലോൺ കിട്ടുന്നില്ല, ചില ബാങ്കുകൾ കൊടുക്കണില്ല, അത്രയും പ്രശ്നം. ബാങ്കാരെ പിടിച്ചു കൊടുക്കാൻ തയ്യാറാണ്, ബാങ്കുകാർ കൊടുക്കാൻ തയ്യാറില്ല. അപ്പൊ അതിന്റെ ഒരു വിഷയം ഉണ്ട്. അന്ന് വെച്ചാൽ ബാക്കി എല്ലായിടത്തും നമുക്ക് ലോൺ കൊടുക്കാം. അപ്പൊ ഇത് 1.65 ചോദിച്ചാൽ നമുക്ക് എന്തെങ്കിലും കോലം പോലെ കാശിയാണ് കൊടുക്കാം. 2012 മോഡല് 12 രജിസ്ട്രേഷൻ, വയനാട്ടുകാരൻ്റെ വന്നോളി, സിംഗിൾ ഓണർ ആണ്, തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വണ്ടി വർക്കിംഗ് കണ്ടീഷൻ ആണ്, ഡീസലാണ് കേട്ടോ, പ്രത്യേകം ഡീസലാണ്, നല്ല മൈലേജ് ഉള്ള സാധനമാണ്. നമുക്ക് ഏകദേശം എത്ര വരെ മൈലേജ് കിട്ടും? ഇതിനൊരു 22 കിലോമീറ്റർ ഒക്കെ ഇതിന് ഓണർ വൈസ് അനുസരിച്ച് എനിക്ക് 22ന്റെ മുകളിൽ കിട്ടുന്നൊക്കെ. ഇതിന്റെ സ്പെയർ പാർട്സും അത് കോഴിക്കോടൊക്കെ അവൈലബിൾ ആണ്. സാധനം ഷവർലേന്റെ സ്പെയർ പാർട്സ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. നഷ്ടമില്ല, പക്ഷെ മാലിന്റെ പാർട്സ് കിട്ടുന്ന അത്ര എളുപ്പത്തിൽ കിട്ടൂല. വെയിറ്റ് ചെയ്യാം, ഓപ്പൺ ആയിട്ട് നമ്മൾ പറഞ്ഞാട്ടോ, വേറെ വിചാരിക്കുന്നത്. അതെ അതെ. പിന്നെ ഷവർലേന്റെ നമ്മളിപ്പോൾ ടവയർ ഉണ്ട്, ആവശ്യക്കാരുണ്ട് ചോദിച്ചാൽ നമ്മള് കൊടുക്കാം. ടവയർ ഉണ്ട്. നമ്മളത് വെന്യൂ ഉണ്ട് 2020 മോഡല്, വെറും 22,000 ഓടിയ വെന്യൂ. 2020 മോഡല് 22,000 ഓടിയ വെന്യൂ. പെട്രോൾ ആണ്, ഇതിന് ഡീസൽ നമ്മളെ കയ്യിലുണ്ട്, ആവശ്യക്കാരെ അന്വേഷിച്ച് നമുക്ക് കൊടുക്കട്ടോ. അതേപോലെ 17,000 ഓടിയ ബ്രസ് നമ്മളെ കയ്യിലുണ്ട്, 92,000 ഓടിയ ബ്രസ് നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ ആവശ്യക്കാർ വന്നാൽ നമ്മൾ കൊടുക്കാം. അപ്പോൾ ഈ വണ്ടിന്റെ വിശേഷം വരികയാണെങ്കിൽ 2020 മോഡല് 22,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന സൺറൂഫ് വരെയുള്ള വെന്യൂ ആണ്. AC പവർ സ്റ്റാർ, 4 പവറിന്റെ സെൻട്രൽ ലോക്ക്, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, റിവേഴ്സ് ക്യാമറ തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ബട്ടൺ സ്റ്റാർട്ട് മാത്രമേ ഈ വണ്ടിയിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നല്ല നീറ്റാണ്, തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. ഈ സീറ്റ് കവറൊക്കെ നോക്കിയാൽ നല്ല പക്ക, നല്ല ഭംഗിയുള്ള സീറ്റ് കവറാണ്. അപ്പോൾ ആർക്കും വന്ന് ഒരു കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടുന്ന വണ്ടി. നമ്മൾ ഉദ്ദേശിക്കുന്ന വില 9.5 ലക്ഷം റുപ്യാണ്. നെഗോഷ്യബിൾ റേറ്റ് ആണ്. മാത്രമല്ല 9 ലക്ഷം റുപ്യയുടെ റേഞ്ചിൽ ഒരു 8-8.5 വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ബാങ്ക് ലോൺ വേണമെങ്കിൽ അതും കൊടുക്കാം. അതൊന്നും വിഷയമുള്ള കാര്യമില്ല, നമുക്ക് കേരളത്തിൽ എവിടെയും ബാങ്ക് ലോണും കൊടുക്കാം. ഒരു 17 കിലോമീറ്റർ വരെ പെട്രോളിന് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഡീസലാകുമ്പോൾ കുറച്ചുകൂടി കൂടും, ഇത് പെട്രോൾ ആയതുകൊണ്ടാണ് ഒരു 15 മുതൽ 17 വരെയൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന വെന്യൂ ആണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത്. പിന്നെ അതിനെ കൂട്ടത്തിൽ നമ്മൾ പരിചയപ്പെടാവുന്ന വേറെ വണ്ടിയുള്ളത് മാരുതിയുടെ ഈക്കോ എന്ന് പറഞ്ഞ വണ്ടിയാണ്. ഇത് 2011 മോഡൽ വണ്ടിയാണ്. ശരിക്കും ഇത് ഈ കച്ചവടക്കാരൊക്കെ അവരെ പർപ്പസിന് ഉപയോഗിക്കുന്ന, കൂടുതൽ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന വണ്ടിയാണ്. ഒരു 12 മുതൽ 15 കിലോമീറ്റർ വരെയൊക്കെ മൈലേജ് കിട്ടും. 93 കിലോമീറ്ററാണ് ഓടിയത്. 3 ഓണർ ആയിട്ടുണ്ട്. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല, ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഈ വണ്ടിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന വില 1.85 ആണ്. 10-11 മൈലേജ് കിട്ടുള്ളൂ. 12 മുതൽ 15ന്റെ ഇടയിലേക്ക് നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം. അത് കിട്ടുന്നുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ ഒരു 11 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടുള്ളൂ. പക്ഷെ ഇതിന്റെ മെയിൻ പ്രത്യേകത പറഞ്ഞാൽ നല്ല ഫാമിലി ആയിട്ട് കംഫർട്ട് ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഇന്ത്യയിൽ സീറ്റ് നോക്കി നമ്മൾ പുതിയ അടിച്ചിട്ടാണ്. നല്ല നീറ്റാണ്. 7 സീറ്റാണ് വരുന്നത്. 7 സീറ്റ് വരുന്നത്. കാരണം ഞാൻ എന്റെ കയ്യിൽ ഇതിന് പവർ സ്റ്റിയറിംഗ് വരുന്നില്ല. പവർ സ്റ്റിയറിംഗ് ഇറങ്ങിയിട്ടില്ല. അപ്പം ഇത് AC ഉള്ള ടൈപ്പാണ്. പിന്നെ 2021 മോഡൽ 38,000 ഓടി ഈക്കോ നമ്മുടെ കയ്യിൽ ഇപ്പം നിലവിലുണ്ട്. ഒരു പാർട്ടി നോക്കി നിൽക്കുകയാണ്. അപ്പം ആരുണ്ടെങ്കിൽ കച്ചവടം ആയില്ലെങ്കിൽ ആരും വിളിക്കുകയാണെങ്കിൽ ഞാനത് അറേഞ്ച് ചെയ്തിട്ട് 2021 മോഡൽ ഈക്കോ നമ്മുടെ കയ്യിലുണ്ട്. 38,000 ഓടിയത് സിംഗിൾ ഓണർ. ഇത് 2011 മോഡല് 93,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള പെട്രോൾ വണ്ടി തന്നെയാണ്. ഇത് AC ഉണ്ട്. എത്രാമത്തെ ഓണർഷിപ്പാണ് വരുന്നത്? ഇത് 3ാമത്തെ ഓണർഷിപ്പാണ്. അപ്പൊ വാങ്ങുന്ന ആള് 4ാമത്തെ ആളോ. 1 ലക്ഷം റുപ്യൊക്കെ എന്ത് ചെയ്യാ ലോണും കൊടുക്കാം. എത്ര ചോദിക്കുന്ന ഇത് 1.85 നമ്മൾ ചോദിക്കുന്നത്. 2011 മോഡൽ 2011 മോഡല് 1,85,000 ചോദിക്കുന്നത്. നമുക്ക് എത്ര വരെ ലോൺ കിട്ടും? ഇതിന് 1 ലക്ഷം 1.25 താഴെ 1 ലക്ഷം റേഞ്ചിലൊക്കെ ആയിരിക്കും ലോൺ. 2011 മോഡൽ ആയതുകൊണ്ട്. അതുപോലെ തന്നെ സാധാരണക്കാർക്ക് പറ്റിയൊരു വാഗനർ ഇവിടെ ഉണ്ട്. 2008 മോഡൽ 2 വാഗനർ ഉണ്ട്. 1.25 ചോദിക്കുന്നത്. AC പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടിയാണ് കേട്ടോ. അതായത് വാഗനർ എപ്പോഴും ഒരു ഡിമാൻഡുള്ള വണ്ടി. കാരണം ഒന്നാമത് ആൾട്ടോന്റെ ഒന്നും മാറിയല്ല, ഈ അത്യാവശ്യം ഇരിക്കാനും ഇതൊക്കെ ഭയങ്കര കംഫർട്ടാണ്. ഹൈറ്റുള്ള സീറ്റാണ് വരുന്നത്, ഭയങ്കര കംഫർട്ടാണ്. അതേപോലെ നമ്മളിത് ഒരു ഓട്ടോമാറ്റിക് വാഗനർ കിട്ടോ. 2018 മോഡൽ ഓട്ടോമാറ്റിക് വാഗനർ 2 ഉണ്ട്, വൈറ്റ് കളർ. രണ്ടും 60 താഴെ കിലോമീറ്റർ ഓടിയതാണ്. അതേപോലെ തന്നെ രണ്ടും നമുക്ക് 5 രൂപ താഴെ കിട്ടും. 4.25 ഒരു വണ്ടി ചോദിക്കുന്നത്. ഒരു വണ്ടി 5 ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട്. നമുക്ക് ചെയ്ത് കൊടുക്കാം. സിംഗിൾ ഓട്ടോമാറ്റിക് മോഡലാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കട്ടെ. ഇത് 2008 മോഡലാണ്. AC പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടി. അടുത്ത കൊല്ലം ഏപ്രിൽ മാസം ആകുമ്പോൾ റിന്യൂവൽ വരും. 1.25 ചോദിക്കേണ്ട ചോദ്യം നോക്കണം. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ഇതിലൊക്കെ ചെയ്ത് കൊടുക്കാം. സേർട്ടഡ് മാത്രമേ കിട്ടുള്ളൂ. മൈലേജ് ആണ് 15 കിലോമീറ്റർ താഴെ ആയിട്ട് മൈലേജ് പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ സീറ്റ് കവറൊക്കെ നമ്മൾ പുതിയ അടിച്ചിട്ടുണ്ട്, വൃത്തിയാക്കിയിട്ടുണ്ട്. കാരണം ചില ആൾക്കാർ മറ്റേ എല്ലാ വണ്ടിക്കും നമുക്ക് ഒരേ വില പറയാൻ പറ്റില്ല. അപ്പോൾ വണ്ടീൻ്റെ വില പറയുമ്പോൾ കമൻറ്റ് ഇടുന്ന ആൾക്കാർ പറയാം, നിങ്ങൾ വണ്ടി വന്ന് നേരിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണ്, നിങ്ങൾക്ക് ഐഡിയ ഉണ്ടെങ്കിൽ
നിങ്ങൾ വില പറഞ്ഞോളി. വണ്ടി നിങ്ങൾക്ക് നിങ്ങളെ മുന്നിൽ കാണുന്ന വണ്ടി നിങ്ങൾക്ക് യോഗ്യതയുള്ള വണ്ടിയാണ് തോന്നി ഞങ്ങൾ വണ്ടി എടുത്തോളി. അല്ലാതെ ഫോട്ടോ കണ്ടിട്ട് ഒരിക്കലും അഭിപ്രായം പറയരുത് എന്നുള്ളൊരു അപേക്ഷ കൂടി ഉണ്ട്. അല്ല ഒരു മിനിറ്റ് കാരണം ഇന്ന് എന്റെ പണി കുറഞ്ഞിരിക്കണെന്ന് അതുകൊണ്ട് ഇതൊക്കെ ഞാൻ സംസാരിക്കേണ്ട സംസാരങ്ങളാണ്. ഇന്നിപ്പോ എനിക്ക് സംസാരമില്ല, നിങ്ങൾ എന്നാണ്. അതിന് വേറെ ഒന്നുണ്ട്, എനിക്കൊരു ചാനലുണ്ട്. പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾ യാസിൻ ആയാലും റിയാസ് ആയാലും ഒക്കെ വരുമ്പോ ഇത് ഞാൻ തന്നെയാണ് എല്ലാം പറയില്ലേ. യാസിൻ വ്ളോഗ് കണ്ടാലും റിയാസിന്റെ സാധാരണ നമ്മളെ വ്ളോഗ് കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം. സാധാരണ നമ്മളെ വ്ളോഗിൽ എന്ന് പറഞ്ഞാൽ ഞാനല്ല ഏറ്റവും കൂടുതൽ സംസാരിക്കലും ഇതാക്കലും. അപ്പൊ ഇന്നിപ്പോ ഞാൻ ഇവിടെ വന്ന് തുടങ്ങിയ മുതൽ വീഡിയോ ചെയ്യാൻ തുടങ്ങിയ മുതൽ ഞാൻ സംസാരിക്കുന്നില്ല, നിങ്ങളെന്നാ ഫുള്ള് സംസാരിക്കും. അതിനെക്കൊണ്ട് ഞാൻ അങ്ങനെ മാറി നിൽക്കാണ്. ഫുള്ള് ജുനൈദ് ഭായിക്ക് വിട്ടു. അത് മാത്രമല്ല, ഞാൻ 2020 മുതൽ യൂട്യൂബിൽ ഇതേപോലെ ഇടലാണ്. അപ്പൊ അന്ന് മുതൽ ഇന്ന ജുനൈദിനെ അല്ലെങ്കിൽ അന്ന് ഓപ്റ്റിമോട്ടോസ് ആയിരുന്നു, ഇപ്പൊ ഓട്ടോ ഡിലക്സ് ആണ്. ഇത് കാണുന്ന ആൾക്കാർക്ക് അറിയാം മുഴുവൻ കാര്യങ്ങൾ കസ്റ്റമറോട് പറയുന്ന പോലെ തന്നെ ഞാൻ ഇതിലും പറയലുണ്ട്. എന്തായാലും അടിപൊളി. ഇനി അടുത്ത ടൊയോട്ട പരിചയപ്പെടുന്ന 2015 മോഡല് പിന്നെ എത്തിയോസ് ലിവ റീറൈസേഷൻ വണ്ടി. അപ്പൊ മാത്രമല്ല അലോവിയിൽ കൂടാതെ തന്നെ നമുക്ക് വലിയ ഡിസ്പ്ലേ ആയിട്ട് വരും. 12 ഇഞ്ചിന്റെ വലിയ ഡിസ്പ്ലേ. 12 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണെങ്കിൽ ഒന്ന് കാണണല്ലോ. ഡിസ്പ്ലേ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ എക്സ്ട്രാ ചെയ്തു. അടിപൊളിയാണ്. അതേപോലെ സീറ്റ് കവർ നോക്കി നിങ്ങൾ പക്ക അടിപൊളി സീറ്റ് കവറാണ്. ഒന്നും നോക്കാതെ ഈ വണ്ടിയിൽ ഒന്നും ചെയ്യാനില്ല. വണ്ടി വാങ്ങി ഉപയോഗിക്കാൻ മാത്രമേ ഉള്ളൂ. എല്ലാ വർക്കും കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അടുത്തന്നെ ഓയിലും കാര്യങ്ങളെല്ലാം നമ്മൾ മാറ്റി ഫിനിഷിംഗ് ആക്കിയിട്ടുണ്ട്. 2015 മോഡല്. അതുപോലെ അലോവിയിലൊക്കെ നിങ്ങൾ അടിപൊളി അലോവിയിലാണ്. ടയർ കാര്യങ്ങളൊക്കെ ഒരു 75% മുകളിൽ ഓടാനുണ്ട്. 2015 മോഡൽ റീരജിസ്ട്രേഷൻ ലിവ. 4.25 ചോദ്യമുണ്ട്. നമുക്കൊരു 3.5 വരെ ബാങ്ക് ലോൺ മഹീന്ദ്ര ഫിനാൻസ് ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ തട്ടുമുട്ട കാര്യങ്ങളൊന്നും മെയിനായിട്ടില്ല. റീവെന്റ് ആണെന്നുള്ള ഒരു പോരായ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ 4.25 ചോദ്യം നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അടുത്ത് പരിചയപ്പെടുത്തുന്നത് 2014 മോഡൽ സ്പോർട്സ് വരുന്ന i20 ആണ് കേട്ടോ. 2014 സ്പോർട്സ് i20 പെട്രോൾ ആണ്. ഒരു 14 കിലോമീറ്റർ 15 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടും. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ 16-17 i20 പരിചയപ്പെടുത്തിയിനി. അതേപോലെ 2017 മോഡൽ ഡീസൽ സ്പോർട്സിൽ വരുന്ന i20 നമ്മുടെ കയ്യിലുണ്ട്. ഡീസൽ കേട്ടോ 1.20 ഓടിയാണ്. അപ്പോൾ ഡീസൽ വണ്ടി ആരെയും താല്പര്യം തീർച്ചയായും കോൺടാക്ട് ചെയ്തോളി. ഇത് പെട്രോൾ ആണ്. 2014 മോഡൽ. 4.35 നമ്മൾ ചോദിക്കുന്നുണ്ട്. 3.25 മുകളിൽ നമുക്ക് ബാങ്ക് ലോൺ കേരളത്തിൽ എവിടെയും കൊടുക്കാൻ പറ്റും. AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, എയർ ബാഗ് തുടങ്ങി ഒട്ടനവധി ഫീച്ചേഴ്സ് വരുന്ന വണ്ടിയാണ്. സ്പോർട്സ് ആണ് ഓപ്ഷൻ വരുന്നത്. പെട്രോൾ ഒരു 14 കിലോമീറ്റർ ഒക്കെ മൈലേജും കിട്ടും പെട്രോളിന്. 4.35 നമ്മൾ ചോദിക്കുന്നത് കേട്ടോ. പിന്നെ അതേപോലെ ടയർ കാര്യങ്ങളെല്ലാം അത്യാവശ്യം ഉണ്ട്. അലോവിൽ വരുന്നില്ല എന്നുള്ളൂ. ബട്ടൺ സ്റ്റാർട്ട് വരുന്നില്ല, കാരണം ആസ്റ്റയിലാണ് അതൊക്കെ വരുന്നത്. പിന്നെ അടുത്ത് പരിചയപ്പെടുന്നത് ഒരു മിനിറ്റ് ഇതിപ്പോ 4.35 ചോദിക്കുന്നത്. 4.30 എത്ര ലോണ് പറഞ്ഞത്? 3.25 ചെറിയ മുടക്കിലൊക്കെ നമുക്ക് കൊടുക്കാം. ഈ 4.35 എന്തെങ്കിലും കമ്മിയാക്കി കൊടുക്കും ചെയ്യാം. പിന്നെ ഓൾക്ക് ലോൺ പാസ്സാണെങ്കിൽ 3.25 4 വരെ നമുക്ക് ലോൺ വേണമെങ്കിൽ എന്തൊക്കെ പേപ്പേഴ്സ് വേണം? അത് വേണ്ട വെച്ചാല് ആധാർ കാർഡ്, പാൻ കാർഡ്, 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, നികുതി ഷീറ്റിന്റെ കോപ്പി, ഇതാണ് പ്രധാനമായിട്ട് വേണ്ടത്. ചില ഫിനാൻസുകൾക്ക് ഈ ലോൺ എടുക്കുന്ന ആളെ മാത്രം ഡോക്യുമെന്റ്സ് മതി. എന്നാൽ ചില ഫിനാൻസുകൾക്ക് ഗ്യാരണ്ടർ ആയിട്ട് ഒരാൾ വേണ്ടി വരും. അത് വീട്ടിലുള്ള ഇപ്പ അല്ലെങ്കിൽ ഫാദർ, മദർ, സഹോദരങ്ങള്, സഹോദരിമാര്, അല്ലെങ്കിൽ ഭാര്യ, അല്ലെങ്കിൽ എളാപ്പ, മൂത്താപ്പ, അങ്ങനെ ആരെങ്കിലും രക്തബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ ഗ്യാരണ്ടറായി നിന്ന് കൊടുക്കണം. അതേപോലെ ശ്രീറാം ഫിനാൻസ് ഒക്കെ ആണെങ്കിൽ രക്തബന്ധത്തിൽപ്പെട്ട ആൾ കാണുന്നില്ല, ഫ്രണ്ട് ആയാലും മതി ഗ്യാരണ്ടറായിട്ട് നിന്ന് കൊടുക്കണ്ടേ. അവരും ആധാർ കാർഡ്, പാൻ കാർഡ്, ഫോട്ടോ നിങ്ങൾ അടിച്ചിട്ടില്ലെങ്കിൽ ഫ്രണ്ടിന്റെ ഭാര്യം അടക്കണം. മാത്രമല്ല അയാൾക്കും നിങ്ങൾക്കും പിന്നീട് ലോൺ കിട്ടൂല. ഈ അടക്കാതെ വരുമ്പോഴുള്ള പ്രശ്നമാണ്. എല്ലാവർക്കും ലോൺ കിട്ടാത്തതിന്റെ കാരണം മുമ്പ് അടവ് എടുക്കാണ്ട് അടച്ചിട്ടുണ്ടാവും. ഇപ്പൊ ബജാജിൽ നിന്ന് ഒരു മൊബൈൽ എടുക്കാണ്ട് അതിന്റെ അടവ് തെറ്റിയാൽ പോലും ബാങ്ക് ലോൺ കിട്ടൂല. അപ്പൊ അത് ശ്രദ്ധിക്കണം. അടുത്ത എർട്ടിക 2014 മോഡൽ എർട്ടിക. ഇതിന്റെ കൂടെ 2016 എർട്ടിക നമ്മുടെ കയ്യിലുണ്ട്. 2015 മോഡൽ 16 രജിസ്ട്രേഷനിൽ വരുന്ന എർട്ടിക നമ്മുടെ കയ്യിലുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഈ ഒരു സംസ്ഥാനത്തിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? 2014 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2015, 16, 17 എർട്ടിക മാത്രമല്ല, ഇവിടെ കാണിച്ച മിക്ക വണ്ടികളും മൂപ്പര കയ്യിലുണ്ട്. ഒരുവിധപ്പെട്ട വണ്ടിയൊക്കെ എക്സ്ട്രാ നമ്മളെ കയ്യിലുണ്ട്. എല്ലാം കൂടി കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമല്ല നമുക്ക് ഇത് ഓട്ടോ ഡിലക്സ് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര്. ഡിലക്സ് മോട്ടോഴ്സ് നമുക്ക് തൊട്ടടുത്തൊരു ഷോപ്പ് ഉണ്ട്. അവിടുത്തെ വീഡിയോ കൂടി അടുത്ത ദിവസം ചെയ്യണം കേട്ടോ. അപ്പൊ അവിടെയും കുറെ വണ്ടിയുണ്ട്. അപ്പൊ അവിടുത്തെ വണ്ടിയിൽ നമ്മൾ വിശേഷങ്ങൾ പറയും. അപ്പൊ നോക്കണ്ട, അവന് ഇതിന്റെ വിശേഷങ്ങൾ തരാം. 2014 മോഡൽ VDI ഡീസൽ, ഒരു 16 കിലോമീറ്റർ 17 കിലോമീറ്റർ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന വണ്ടി. 1.20 ഓടിയതായിട്ട് കാണുന്നത്. തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല, റീപ്ലേസ് ഇല്ല, പിന്നെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ടോട്ടൽ ലോസ് ഫ്ലഡ് നമ്മൾ ഏത് വണ്ടിക്കും നമ്മൾ ഗ്യാരണ്ടിയാണ്. അത് നമ്മൾ പറയാൻ മറന്നുപോയി. ടോട്ടൽ ലോസ് ഫ്ലഡ് നമ്മൾ എല്ലാ വണ്ടിക്കും നമ്മൾ ഗ്യാരണ്ടിയാണ്. ഇത് കമ്പനി കയറി ചെക്ക് ചെയ്യുക. നമ്മുടെ അടുത്ത് വണ്ടി കൊണ്ടുപോയിക്കാണ് കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഇത് ഫ്ലഡ് ആണ് അല്ലെങ്കിൽ ടോട്ടൽ ലോസ് ആയ വണ്ടി നന്നാക്കിയാൽ നിങ്ങൾ ബോധ്യപ്പെട്ടിട്ട് ഇന്നെ ബോധ്യപ്പെടുത്തിയാൽ ഒന്ന് നോക്കണം, നിങ്ങൾ തന്ന പൈസ ഞാൻ തരും, വണ്ടി നിങ്ങൾക്ക് വെച്ചിട്ട് പോകാം. വർഷങ്ങളായിട്ട് നമ്മൾ ഈ ഫീൽഡിൽ ചെയ്തിട്ട് ഇന്നേ വരെ
വണ്ടി നമുക്ക് റിട്ടേൺ വന്നിട്ടില്ല. കാരണം അത് നമ്മൾ അത്രയും നോക്കിയെടുക്കുന്ന വണ്ടികളാണ് നമ്മളെടുത്തുള്ളത്. വണ്ടിയുടെ ഇന്റീരിയർ നോക്കി നിങ്ങൾ AC പവർ സ്റ്റാറിംഗ് 4 പവറിന്റെ സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. ഗ്യാസ് ഒക്കെ നോക്കിയാൽ നല്ല തണുപ്പുണ്ട്. പവർ സ്റ്റാറിംഗ് ആണ്. പിന്നെ സീറ്റ് കവറൊക്കെ പക്ക അടിപൊളി സീറ്റ് കവറാണ്. ഒരു മനുഷ്യനിടെ കൊണ്ടിടാൻ പറ്റുന്ന വണ്ടിയാണ്. തൊട്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ടയർ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഓടാതെ ടയർ കാര്യങ്ങളുണ്ട്. ഒരു 50% മുകളിൽ ഓടാതെ ടയർ ഉണ്ട്. ഒരു 10-25,000 കിലോമീറ്റർ നിങ്ങൾ വേറെ ടയർ നോക്കണ്ട. മൈലേജ് ആണ് 15 കിലോമീറ്ററിന് മുകളിൽ ഷുവർ ആയിട്ട് 7 ആൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന മൈലേജ് ഉള്ള വണ്ടിയാണ്. പിന്നെ നമ്മൾ അടുത്ത മാർജിൻ്റെ വേറെ വണ്ടീനെ പരിചയപ്പെടുന്നത്. ഇതൊരു ഓട്ടോ കുറവുള്ള അത് 46 കിലോമീറ്റർ കഴിഞ്ഞ് 47,000 കിലോമീറ്ററാണ് വണ്ടി ആകെ ഓടിയിട്ടുള്ളത്. ഡെൽറ്റയാണ് ഓപ്ഷൻ വരുന്നത്. 2018 മോഡൽ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കാണിച്ചു 2017 മോഡൽ ആൽഫ. ഇത് 2018 മോഡൽ ഡെൽറ്റ. ഒരു കൊല്ലം കൂടി ഡീസലാണ്. ഞാൻ പറഞ്ഞാൽ 22-23 കിലോമീറ്റർ മൈലേജ് കിട്ടും. 47 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നെ തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ് ഇല്ല. സിംഗിൾ ഓണർഷിപ്പ്. ഇതിന് 3 ഓണർഷിപ്പ് ആയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പോരായ്മ ആയിട്ടുള്ളത്. പിന്നെ 7-15 നമ്മൾ ചോദിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് കമ്മിയായിട്ട് കൊടുക്കാം. ഒരു 6 ലക്ഷത്തിന് മുകളിൽ നമുക്ക് ബാങ്ക് ലോൺ കൊടുക്കാം. ഇന്ത്യയിൽ നോക്കിക്കൊണ്ട് യാതൊരു കമ്പനിയുടെ കാര്യങ്ങളില്ല. ഇതൊക്കെ നിങ്ങൾക്ക് കമ്പനി കയറി ചെക്ക് ചെയ്യാം. ഇതിന്റെ ഷോറൂമിൽ കയറി ചെക്ക് ചെയ്ത് ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വണ്ടി എടുത്താൽ മതി. അത്രയും പക്കയാണ്. ഈ ലോണിന്റെ പർപ്പസിന് വേണ്ടിയിട്ട് അവർ ഓണർഷിപ്പ് കുറച്ച് കൂടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു കംപ്ലൈൻറ്റോ കാര്യങ്ങളില്ലാത്ത വണ്ടി. ടയർ കാര്യങ്ങളും അത്യാവശ്യം ഓടാനുണ്ട്. ആകെ 47 കിലോമീറ്റർ ഓടിയ ഡീസൽ ബലാനോ. അപ്പോൾ ഇത്രയും വണ്ടികളാണ് ഇപ്പോൾ നമ്മളെടുത്തുള്ളത്. ഇപ്പോൾ നമ്മൾ 2 ദിവസമായിട്ട് 2 എപ്പിസോഡായിട്ട് ഒരുപാട് വണ്ടി പരിചയപ്പെട്ടിട്ടുണ്ട്. നമ്മൾ കാണിക്കാത്ത ഒരുപാട് വാഹനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ യാർഡ് എവിടെയുള്ളതെന്ന് കൂടി പറഞ്ഞുതരാം. മലപ്പുറം ജില്ലയിൽ മലപ്പുറം ടൗണിൽ നിന്ന് കോഴിക്കോട് റൂട്ടിൽ 3 കിലോമീറ്റർ വന്നാൽ മേൽമുറി ആലത്തൂർപ്പടിയാണ് സ്ഥലമുണ്ട്. അവിടെ നമ്മുടെ ഷോപ്പ്. ഇത്ര നേരം കണ്ടതിന് അപ്പോൾ എന്തായാലും നമ്മൾ ജുനൈദ് ഖാൻ എടുത്തുനിന്നാണ് ഓരോ കാര്യങ്ങൾ നമ്മളിപ്പം നോക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. കമന്റിലും ഒന്ന് പിന്നെ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ എന്തായാലും മറക്കണ്ട, വണ്ടി ഇവിടെ ഉള്ളതിൽ വെച്ച് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ, അതായത് കിലോമീറ്റർ കുറഞ്ഞ വണ്ടികളാണ് ഇപ്പം കാണിച്ചിട്ടുള്ളത്. പിന്നെ പ്രൈസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കണ്ട. ഇവിടെ വന്ന് ധൈര്യമായിട്ട് ജുനൈദ് ഖാനോട് സംസാരിച്ച് കഴിഞ്ഞാൽ മാക്സിമം പിന്നെ പ്രൈസ് എന്ന് പറഞ്ഞാൽ വണ്ടിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ്. കാരണം വണ്ടിന്റെ ഈ ഒരു വണ്ടി അതായത് കിടക്കുന്ന ഒരു വണ്ടിന്റെ വിലയും ഇവിടെ കിടക്കുന്ന ഒരു വണ്ടിന്റെ വിലയും ദയവ് ചെയ്തിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യരുത്. എല്ലാ സ്ഥലത്തിനും ഒരേ വിലയല്ല, എല്ലാ സാധനത്തിനും ഒരേ റേറ്റ് ആവില്ല. എന്ന പോലെ എല്ലാ വണ്ടിക്കും ഒരേ കൊല്ലിറങ്ങി എല്ലാ വണ്ടിക്കും നമുക്ക് ഒരേ വിലക്ക് തരാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഹോട്ടലിൽ പൊറോട്ടക്ക് 10, ബിരിയാണിക്ക് 80 ഇതിനെ മാറി ബിരിയാണി 80 കിട്ടും, അല്ല ബിരിയാണി 80 കിട്ടും, 150 കിട്ടും, 250 കിട്ടും. അതിന് സാധനത്തിന്റെ അനുസരിച്ചിട്ട് ക്വാളിറ്റിക്ക് അനുസരിച്ച് മാറ്റം ഉണ്ടാവും. പിന്നെ നിങ്ങൾ വന്ന് കണ്ട് ക്വാളിറ്റി ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം എടുത്താൽ മതി. നമ്മൾ മറ്റേ ഏതോ സ്ഥലത്ത് പോയി വില ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ എടുക്കണം നിർബന്ധം അങ്ങനത്തെ നിർബന്ധം കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് മെക്കാനിക്കിനെ കൊണ്ടുവരണോ, നിങ്ങൾ കൊണ്ടുവന്ന് ചെക്ക് ചെയ്തോളി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെക്കാനിക്കിനെ കൊണ്ടുവന്ന് നിങ്ങൾ ചെക്ക് ചെയ്തോളി. ഇതിന്റെ വണ്ടി കേട് വരാത്ത രൂപത്തിലൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഷോറൂമിൽ പോയിട്ട് ചെക്ക് ചെയ്യാം. അപ്പൊ മാരുതിന്റെ വണ്ടിയാണ്, മാരുതിന്റെ ഷോറൂമിൽ പോയിട്ട് ഫുള്ള് കമ്പനി വണ്ടിയാണ്. ഫോക്സ്വാഗന്റെ ഷോറൂം ഇവിടെ മലപ്പുറത്തുണ്ട്. ടൊയോട്ട 10-20 കിലോമീറ്റർ ഓടണമെന്നുള്ള ടൊയോട്ടന്റെ ഷോറൂം ഉണ്ട്. ഇതിന്റെ അടുത്തുള്ള ഏത് വണ്ടികൾ അവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് കമ്പനി ഹിസ്റ്ററി ഫുള്ള് എടുത്തിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി ഇപ്പോൾ എത്തിയോസിന്റെ ഈ ഒരു വണ്ടി ആണെങ്കിൽ തന്നെ ഇത് ഇവിടെ ഉള്ള മാതിരി ആയിരിക്കില്ല വേറെ സ്ഥലത്ത് ഉണ്ടാവുക, വേറെ ഉള്ളിടത്തല്ല മറ്റോടത്ത് ഉണ്ടാവുക. പക്ഷെ പ്രൈസിലും വേരിയേഷൻ വരും, ക്വാളിറ്റിയിലും മാറ്റം വരും അല്ലേ? ക്വാളിറ്റിയിൽ മാറ്റം ഉണ്ടാവും, പ്രൈസിലും മാറ്റം ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഇതിൻ്റെ അടുത്തുള്ള എല്ലാ വണ്ടികളും നേരിട്ട് വന്ന് കണ്ട് അതിന്റെ ക്വാളിറ്റി ഉണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ട് എടുത്തോളി. ക്വാളിറ്റി ഇല്ല, ഇപ്പം നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഇതിനേക്കാൾ ക്വാളിറ്റിയുള്ള വണ്ടി ഉണ്ടെങ്കിൽ സമ്പന്നക്ക് ഒരു കച്ചവടം നഷ്ടമാവുന്ന കേസാണ്. എന്തായാലും വണ്ടിയിൽ ഞങ്ങൾ അവിടെ പോയി എടുത്തോളി, ഒരു കുഴപ്പമില്ല. നല്ല വണ്ടി എന്ന് തോന്നി ഞങ്ങൾ എടുത്തോളി. നിങ്ങൾക്ക് നല്ല ഒരു സർവീസൊക്കെ അറിഞ്ഞാൽ തരാം. ഇതിൻ്റെ നിന്ന് എടുത്തിട്ട് നിങ്ങൾ ഇതേറെ ഒരാളും ഇന്ന വരെ ഒരു വണ്ടിയാണ് ഇത്രയും കാലത്തിനിടയ്ക്ക് വിറ്റിട്ട് വണ്ടി കംപ്ലൈന്റ് ആയാലും മോശപ്പെട്ട വണ്ടിയെ തന്നെന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നിട്ടില്ല. പിന്നെ വണ്ടിയാണ് റോഡിൽ വന്ന സാധനം, അതിൻ്റെതായ പോരായ്മ ഉള്ള പോലെ തന്നെ ഗുണങ്ങളുണ്ട്. അതിനനുസരിച്ചുള്ള ഒരു വിലയായിരിക്കും ഞങ്ങൾക്ക് തരാം. ഓക്കെ, അപ്പൊ എന്തായാലും മറക്കണ്ട, ജുനൈദ് ഭായി മറക്കണ്ട. ജുനൈദ് ഭായി ഇത്രക്കും തന്നെ സംസാരിച്ചത് ഒരു മലപ്പുറത്തുകാരനല്ലേ, അപ്പൊ അത്രക്ക് ഉണ്ടാവും. എന്തായാലും അടിപൊളി. എല്ലാവർക്കും ക്യാച്ച് ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല. അപ്പൊ അതിനെന്തെങ്കിലും അപ്പൊ നമ്മളെ ഭാഷ അത് നോക്കണ്ട. അപ്പൊ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവിടെ നമ്പർ കാര്യങ്ങൾ കൊടുക്കാം. നിങ്ങൾ വണ്ടി ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പാർട്ടും ഉണ്ട്, സെക്കൻഡ് പാർട്ടും ഉണ്ട്. ഏകദേശം നമ്മളൊരു 10 രൂപയോളം വണ്ടി കാണിച്ചിട്ടുണ്ട്. അതിന് ഇഷ്ടപ്പെട്ടത് നോക്കിയിട്ട് വിളിച്ചോളി. അപ്പം ബൈ.